ഹായ് കുട്ടീസ്, നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ നമ്മളെ ഒന്ന് ഞെട്ടിക്കുന്ന ഒരു ഡയഗ്രാമാണ് സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, അല്ലേ? ഈ സ്ട്രക്ചർ ഓഫ് ഹാർട്ടും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ടും വളരെ സിമ്പിളായി ഈസി ഡയഗ്രാം ഡ്രോ ചെയ്ത് എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് നോക്കി നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ തന്നെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാൻ പോകുന്നതാണ്. ദാടാ, നമ്മൾ ഹാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ 2 3 വരയ്ക്കും. ഒരു വര, 2 3. ഈ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ. സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ലെയേഴ്സ് വരയ്ക്കാം. ഇതിന് ഒരു ലെയർ കൂടെ ഞാനങ്ങ് വരച്ചു. സോ ഫസ്റ്റ് തിങ് ഈസ്, നമ്മുടെ ഹാർട്ട് 3 ലെയേഴ്സ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയറിനെ പെരി മീൻസ് ഔട്ടർ കാർഡിയം എന്ന് വിളിക്കും. മിഡിൽ ലെയറിനെ മയോകാർഡിയം എന്ന് വിളിക്കും. ആൻഡ് ഇന്നർ ലെയറിനെ എൻഡോകാർഡിയം എന്ന് വിളിക്കും. ഇവിടെ മയോകാർഡിയം ആണ് മസിൽസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ലെയർ കേട്ടോ. പെരികാർഡിയം എന്ന് പറയുന്ന ഔട്ടർ ലെയർ ശരിക്കും നമ്മൾ ലുലുന്ന് സാധനം വാങ്ങുന്ന പോലെയാ. 2 കവേഴ്സ് ആണ് ഉള്ളത്. സോ നമുക്ക് പറയാം 2 ലെയർ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ പെരികാർഡിയൽ ഫ്ലൂയിഡും കാണാൻ പറ്റും ടു പ്രിവെന്റ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലെയേഴ്സ്. അപ്പൊ ഇനി നമുക്ക് പറയാം ഹാർട്ട് ഒരു തേങ്ങ പോലെയാണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അകത്ത് എന്താണ്? ഹോളോ ആയിട്ടുള്ള സ്പേസ് ആണ് നമ്മൾ കാണാം. ഈ ഹോളോ ആയിട്ടുള്ള സ്പേസിൽ അപ്പർ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ. ആ ലോവർ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻട്രിക്കിൾ. ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ 2 ഏട്രിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിന്നായിട്ടുള്ള മസ്കുലർ സെപ്റ്റം കാണാൻ പറ്റും. ഇതിനെ ഇന്റർ ഏട്രിയൽ, 2 ഏട്രിയത്തിനിടയ്ക്കായതുകൊണ്ട് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് വിളിക്കും. അതുപോലെ വെൻട്രിക്കിൾസിനിടയിലോ ഒരു തിക്കായിട്ടുള്ള ഒരു സെപ്റ്റം കാണാൻ പറ്റും. ഇതിനെ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് വിളിക്കും. ആൻഡ് ബെസ്റ്റ് പാർട്ട് ഈസ്, ഈ സെപ്റ്റം വന്ന ശേഷം നമുക്ക് റൈറ്റ് ഹാർട്ടും ലെഫ്റ്റ് ഹാർട്ടും ഉണ്ട്. ഇത് റൈറ്റ് പാർട്ട്, ഇത് ലെഫ്റ്റ് പാർട്ട്. റൈറ്റ് ഹാർട്ടിൽ നമ്മൾ കാണാ റൈറ്റ് ഏട്രിയ ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് പാർട്ടില് ലെഫ്റ്റ് ഏട്രിയ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സെറ്റ് ആണല്ലേ? ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ ഏട്രിയക്ക് വെൻട്രിക്കിളിന് ഇടയ്ക്ക് എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടോ? ഉണ്ട്. അവിടെ വരുന്ന സെപ്പറേഷൻ ഒരു ഡോർ ആണെന്ന് പറയാം. അടയ്ക്കാനും തുറക്കാനും പറ്റും. ഈ ഡോറിനെ നമ്മൾ വാൽവുകൾ എന്ന് വിളിക്കും. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് നമുക്കുള്ളത് ട്രൈകസ്പ്, 3 കസ്പുള്ള ട്രൈകസ്പിഡ് വാൽവ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് നമ്മൾ 2 കസ്പുള്ള ബൈകസ്പിഡ് വാൽവ്, അതർവൈസ് കോൾഡ് ആസ് മിട്രൽ വാൽവ് ആണ് കാണാം. ഇനി ഇപ്പോഴത്തെ നമ്മളെ എല്ലാ മോഡേൺ ഡോറും പോലെ ഇതിനൊരു ഡോർ ക്ലോഷർ ഉണ്ട്. ഈ ഡോർ ക്ലോഷർ ആണ് ഞാൻ വരയ്ക്കുന്ന ഈ സ്ട്രക്ചർ വിച്ച് ഇസ് കോൾഡ് ആസ് കോർഡേ ടെൻഷനെ. ഈ സ്ട്രക്ചർ ആണ്. ഇതാണ് നമ്മുടെ ഹാർട്ട് മസിൽസുമായിട്ട് ഈ വാൽവുകളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് മസിൽസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഈ പ്രൊജക്ഷൻസിനെ നമ്മൾ പാപ്പില്ലേ ഓഫ് വെൻട്രിക്കിൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പാപ്പിലറി മസിൽസ് ഓഫ് ഹാർട്ട് എന്ന് വിളിക്കും. ഈ മസിലുമായി കണക്ട് ചെയ്യുന്ന ഈ ത്രെഡുകളെ കോർഡേ ടെൻഷനെ എന്ന് വിളിക്കും. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് ഹാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസ് ആണ്. എപ്പോഴും റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് കൊണ്ടുവരിക. ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് വരിക. നമ്മുടെ ടിഷ്യൂന്നും എല്ലാ ഓർഗനെന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയും കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ആണ്. യെസ്, എബോവ് ഫ്രം ദ ഹാർട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ സുപ്പീരിയർ വീന കാവ എന്നും, ബിലോ ഫ്രം ദ ഹാർട്ട് ആണെങ്കിൽ ഇൻഫീരിയർ വീന കാവ എന്നും വിളിക്കും. സോ യു ഹാവ് സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ. ഇനി ഈ റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡിനെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഒഴിച്ചു. അത് റൈറ്റ് വെൻട്രിക്കിളിലെത്തി. അത് വെൻട്രിക്കിളിന് പുറത്ത് ലങ്സിലേക്ക് ഓക്സിജൻ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ലങ്സിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ദിസ് ഇസ് പൾമോണറി ആൻഡ് ദിസ് ഇസ് എ ആർട്ടറി വിച്ച് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അതിന് നേരെ ലങ്സിൽ കൊണ്ടുപോയി ഓക്സിജനേറ്റ് ചെയ്ത് നേരെ കൊണ്ടുവരിക ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്കാണ്, ടു ദി ലെഫ്റ്റ് ഏട്രിയ. ഇവിടെ നമുക്ക് പൾമിനറി
വെയിൻ ആണുള്ളത് ആൻഡ് ഇറ്റ് ഇസ് സീൻ ആസ് 2 pairs. ഈ സൈഡിൽ നിന്ന് 2 എണ്ണവും വരയ്ക്കും, റൈറ്റും ലെഫ്റ്റും ആണുള്ളത് കേട്ടോ. അപ്പൊ ഈ സൈഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ടല്ല പോകുന്നത്, ഇത് രണ്ടും ശരിക്കും കണക്റ്റഡ് ആണ്. സോ ദിസ് ഈസ് പൾമണറി vein. And then you have these veins carrying oxygenated blood to left atria. അത് നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്നു. അവിടുന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകുന്ന വലിയ ബ്ലഡ് വെസലിനെ, ആർട്ടറിനെയാണ് അയോട്ട എന്ന് പറയും. ആൻഡ് ഈ അയോട്ടയും പൾമിനറി ആർട്ടറിയും നമ്മുടെ ഹാർട്ടിൽ നിന്ന് വെളിയിലേക്ക്, വെൻട്രിക്കിളിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു അടപ്പുണ്ടെന്ന് പറയാം. Again they also have valve which is semilunar valve. ഈ സെമിലൂണാർ വാൽവിനെ നമ്മൾ ചിലപ്പോൾ പൾമിനറി വാൽവ് എന്നും അതുപോലെ അയോട്ടിക് വാൽവ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇവരെ സെമിലൂണാർ വാൽവ് എന്ന് പറയും. സോ ദിസ് ഈസ് ദ ഹോൾ ബേസിക് സ്ട്രക്ചർ ഓഫ് ഹാർട്ട്. നമ്മൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ച് പഠിച്ചു. സോ വെൻ എവർ യു സീ ദിസ് ഡയഗ്രാം ഫ്രം ദ NCERT, ഇനി നമുക്ക് ഇതിനെ ഒന്ന് നോക്കാം മക്കളെ. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നതിന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഡയഗ്രാം വന്നിരിക്കുന്നത്, പക്ഷെ നമുക്ക് ഇനി അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സോ ദിസ് ഇസ് യുവർ റൈറ്റ് ഏട്രിയ, superior vena cava, inferior vena cava, going to the right ventricle. അവിടെ നിന്ന് ദേ പൾമിനറി ആർട്ടറി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. സെറ്റ് ആണ്. ഇനി നോക്കിയടാ, ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, നേരെ പോകുന്നത് അയോട്ട വഴി. ആൻഡ് സി, ലെഫ്റ്റ് ഏട്രിയയിലേക്ക് ബ്ലഡിനെ കൊണ്ടുവന്നത് ഈ 2 ഡയറക്ഷനിൽ നിന്നുള്ള പൾമിനറി വെയിൻസ് ആണ്. സോ ഇത്രയും പറയുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഞാൻ ഇടുകയാണ്. സോ പോസ് ദ വീഡിയോ ആൻഡ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിളായി ഹാർട്ടിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ട് ഓർ ഇലക്ട്രിക്കൽ സിസ്റ്റം ഓഫ് ഹാർട്ട്. നമുക്കറിയാം നമ്മുടെ ഹാർട്ട് മയോജനിക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ മസിൽസ് ഗ്രൂപ്പ് തന്നെ സ്വന്തമായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യലിനെ, ഇമ്പൾസിനെ ജനറേറ്റും ചെയ്യും, കണ്ടക്റ്റും ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്നവന്മാർ എവിടെ ഇരിക്കുന്നേ? അവർ കണ്ടക്ട് ചെയ്യുന്ന മസിൽ ഫൈബേഴ്സ് എവിടെ കൂടെയാ പോകുന്നേ? അതാണ് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ പറയുക. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് മൂവ്. നിങ്ങളുടെ ഹാർട്ട് കണ്ടു. സോ ദിസ് ഈസ് യുവർ റൈറ്റ് ഏട്രിയ. റൈറ്റ് ഏട്രിയയുടെ റൈറ്റ് അപ്പർമോസ്റ്റ് കോർണറിലായിട്ട് നമ്മൾ കാണുന്ന ആദ്യത്തെ മസിൽ നോഡിനെയാണ് SA നോഡ് എന്ന് വിളിക്കുക. ഈ SA നോഡിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് വരച്ച് പറയാം അല്ലെ. ഇതേ നോക്കിയടാ, നമ്മുടെ സിമ്പിൾ ഹാർട്ട് വരയ്ക്കാണേ. ഒരു 3, and you have എപ്പോഴും വെൻട്രിക്കുലർ മസ്കുലേച്ചേഴ്സ് കുറച്ചുകൂടെ തിക്കായിരിക്കും ഏട്രിയേക്കാൾ. അതിൽ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഏറ്റവും തിക്കായിട്ടുള്ളത്. സോ യു ഹാവ് റൈറ്റ് ഏട്രിയ, യു ഹാവ് ലെഫ്റ്റ് ഏട്രിയ, യു ഹാവ് റൈറ്റ് വെൻട്രിക്കിൾ, യു ഹാവ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഹിയർ യു ഹാവ് ട്രൈകസ്പിഡ്, യു ഹാവ് ബൈകസ്പിഡ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ കണ്ടക്ടിങ് സിസ്റ്റത്തിന് വേണ്ടി ബ്ലഡ് വെസൽ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല. വി സ്റ്റാർട്ട് വിത്ത് SA node, a group of muscles in the right uppermost corner of right atria. Right atria's right uppermost corner. ഇവിടെ നിന്ന് കുറച്ച് കണ്ടക്ടിങ് ഫൈബേഴ്സ് നേരെ വരുന്നു നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലായതാ. ഈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലായിട്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ AV നോഡ് എന്ന് വിളിക്കും. ഇത് SA നോഡാണ്. ഇവരെ കണക്ട് ചെയ്യുന്നത് ഇന്റർനോഡൽ ഫൈബേഴ്സ് ആണ്. ഇവിടെ നിന്ന് AV നോഡിൽ നിന്ന് ഫൈബേഴ്സ് നേരെ ഇവിടെ നിന്ന് കേറി ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ എത്തിയിട്ട് അത് അവിടെ വെച്ച് 2ആയി സ്പ്ലിറ്റ് ആക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. അപ്പൊ നമുക്ക് പറയാം AV നോഡിൽ നിന്ന് വന്ന ഈ ബണ്ടിൽ AV ബണ്ടിലാണ്. AV ബണ്ടിൽ നേരെ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ ടോപ്പിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ബണ്ടിൽ ഓഫ് ഹിസ് ആവുന്നു. ബണ്ടിൽ ഓഫ് ഹിസ് നേരെ വന്ന് നമ്മുടെ വെൻട്രിക്കുലർ മസ്കുലേച്ചറിന് വേണ്ടി കുറെ അധികം മസിൽ ഫൈബേഴ്സ് ഇതുവഴി പോകുന്നുണ്ട്, which is carrying the impulse and it is called as Purkinje
ഫൈബർ. അപ്പൊ നമുക്ക് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ, വാട്ട് ആർ ദി കണ്ടക്ടിങ് പാത്വേ അല്ലെങ്കിൽ വാട്ട് ആർ ദി സെൽസ് ഇൻ ദ കണ്ടക്ടിങ് പാത്വേ. നമുക്ക് എസ് എ നോഡ് ഉണ്ട്, നോഡൽ ഫൈബേഴ്സ്, മസിൽ ഫൈബേഴ്സ്, ദെൻ യു ഹാവ് എ വി നോഡ്, ഇവരെ കണക്ട് ചെയ്യുന്ന ഇന്റർനോഡൽ ഫൈബേഴ്സ്, എ വിയിൽ നിന്ന് എ വി ബണ്ടിൽ, ബണ്ടിൽ ഓഫ് ഹിസ്, പെർകിഞ്ചി ഫൈബർ. ഇതാണ് കറക്റ്റ് പാത്വേ. ആൻഡ് ഇവിടെ തന്നെ എസ് എ നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയുക. എല്ലാ നോഡൽ ഫൈബേഴ്സിനും മസിൽ ഫൈബേഴ്സിനും ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഏറ്റവും ഫാസ്റ്റ് ആയ ഇമ്പൾസിനെ 72 ടൈംസ് പെർ മിനിറ്റ് എന്ന രീതിയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന ആൾ എസ് എ നോഡാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് കോൾഡ് ആസ് ദി പേസ് മേക്കർ ഓഫ് ഹാർട്ട്. അപ്പൊ കണ്ടക്ടിങ് സിസ്റ്റം ക്ലിയർ ആയി മനസ്സിലാക്കിയെങ്കിൽ അത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി മിസ് ദാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഈ 1 and 2 ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായി കമന്റ് ബോക്സിൽ കൊടുക്കുക. See you with such type of topics